നമസ്കാരം. ഇന്ന് നമ്മൾ OTTയിലെ വെബ് സീരീസ് ഒന്നുമല്ല ഇവിടെ റിവ്യൂവിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ റിലീസായ തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. കാരണം എന്തുകൊണ്ടാണ് ഇത് മാറ്റിപ്പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പറയാതെ തരമില്ല. പറയാതെ തരമില്ല. ഈ സിനിമ കണ്ടിറങ്ങിയ ഒരു എക്സൈറ്റ്മെന്റിൽ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തന്നെയാണ് തോന്നുന്നത്. എങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലാലിസം ലാലിസം ലാലിസം. വളരെയധികം ത്രില്ഡാണ് എന്നെപ്പോലെ ഒരു ഫാൻ. എന്നെപ്പോലെ ഫാൻ എന്ന് പറഞ്ഞാൽ തരുൺ മൂർത്തി പറഞ്ഞ സ്ലീപ്പർ സെൽ ഓഡിയൻസിൽ പെടുന്ന ആളാണ് ഞാൻ. മോഹൻലാലിന്റെ ഒരു മോശം സിനിമ ഇറങ്ങുമ്പോൾ മിണ്ടാതിരിക്കുകയും ആരെങ്കിലും പ്രൈവറ്റായിട്ട് ചോദിച്ചാൽ മാത്രം എന്തിനാണ് ഈ സിനിമ എന്ന് ചോദിക്കുകയും അദ്ദേഹത്തിനൊരു വിജയ സിനിമ വരുമ്പം ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ തിരിച്ചതിലേക്ക് ഇഴുകിച്ചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ലാലേട്ടൻ തിരിച്ചു വന്നു എന്ന് ഞാൻ പറയില്ല, അദ്ദേഹം എങ്ങും പോയിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന സംവിധായകരും എഴുത്തുകാരുമാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, രാജാവിന്റെ മകൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം യുവജനോത്സവം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അപ്പൊ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു ഇന്റർവ്യൂ ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് രാജാവിന്റെ മകൻ കഴിഞ്ഞിട്ടാണ് യുവജനോത്സവം ചെയ്തത്. സെറ്റിൽ വന്നിരുന്നിട്ടാണ് ലാല് എന്നോട് ചോദിച്ചത്, സാറേ എന്റെ കഥാപാത്രം എന്താണെന്ന്. അത്രത്തോളം സംവിധായകരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ, അല്ലെ ഒരു നടനാണ് ലാലേട്ടൻ. അതിലെന്താണ് തെറ്റ്? അപ്പോൾ കാരണം സിനിമ സംവിധായകന്റെ കലയാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇന്ന് സംവിധായകനാണ്. മലയാളത്തിൽ മാത്രമാണ് പത്മനാഭൻ സാറും MT സാറും ഒക്കെ കാരണം തിരക്കഥാകൃത്ത് സംവിധാനം എന്നുള്ള ഒരു 2 സീറ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംവിധായകന്റെ കലയാണ്. മറ്റു ഭാഷകളിൽ സംവിധായകൻ തന്നെയാണ് എഴുതുന്നത്. ഇപ്പൊ ഡയലോഗ്സ് എഴുതാൻ വേണ്ടിയിട്ട് വല്ലതും ആരെങ്കിലും വിളിക്കും എന്നുള്ളതല്ലാതെ ബാക്കി സംവിധായകന്റെ കലയാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇങ്ങനെ ലാലേട്ടൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ക്യാപ്റ്റൻസിയും സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. ക്രിക്കറ്റിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മറ്റൊരാളായിരിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെക്കാട്ടി വളരെ ജൂനിയറായ MS ധോണിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന്, അല്ല അദ്ദേഹം കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ തരുൺ മൂർത്തി ആകാം, അല്ല തരുൺ മൂർത്തി പോലുള്ള യുവ സംവിധായകർ ഹു എക്സാക്ട്ലി നോസ് ടു യൂസ് മോഹൻലാൽ. അവിടെയാണ് ആ കലാകാരന്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹത്തിനെ കുറെ പുകഴ്ത്തിയാലൊന്നും എക്സൈറ്റഡ് ആവുന്ന ഒരു നേച്ചറൊന്നും അല്ല പുള്ളിയുടെ. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, സൂപ്പർ ജീനിയസുകളെല്ലാം അങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂസിന് അല്ലെങ്കിൽ അവാർഡ് നൈറ്റ്സിനൊക്കെ സ്റ്റേജിൽ വന്നിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വന്ന കിരീടം വെച്ച തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അതിലൊന്നും എക്സൈറ്റഡ് ആവത്തില്ല. കാരണം പൊങ്ങന്മാരെ ഇതൊക്കെ കേട്ടാൽ എക്സൈറ്റഡ് ആവത്തുള്ളൂ. ഇദ്ദേഹം ഒരു നിറകുടം ആണ്. ഇത് നിറകുടം തുളുമില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ സിനിമയുടെ വിജയം കണ്ടിട്ട് അക്ഷയ് കുമാറോ ചിരഞ്ജീവിയോ ഒക്കെ ഇത് ഡബ് ചെയ്ത് അവരുടെ ഭാഷകൾ ഇറക്കാമെന്ന് കരുതണ്ടെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇതില് മാസ് സീൻസ് ഒന്നുമില്ല. ഇതില് ജീവിത സന്ദർഭങ്ങൾ മാസ് സീനുകളായി കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. അത് അദ്ദേഹത്തിലൂടെ വന്നപ്പോൾ, ലാലേട്ടനിലൂടെ വന്നപ്പോൾ അത് നാച്ചുറലി ജനങ്ങൾ കൈയടിക്കുന്ന ഗംഭീര സീനുകളായി എന്ന് വേണം പറയാൻ. അതിനെ മാസ് എന്നൊന്നും പറഞ്ഞ് വേറൊരു കാറ്റഗറൈസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മൊഴിമാറ്റോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് ഡബ് ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട എന്നാണ് എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. സംവിധായകന്റെ ആളാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സ്റ്റൈല് തന്നെയാണ് അദ്ദേഹത്തിന് 80കളിലും 90കളിലും എല്ലാം വലിയ വലിയ വിജയങ്ങൾ നേടിക്കൊടുത്തത്. അപ്പോ ഇത് ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്, സംവിധായകരുടെ ഉത്തരവാദിത്തമാണ്, എഴുത്തുകാരുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിന് ചലഞ്ച് ചെയ്യുന്ന വിഷയങ്ങൾ നൽകുക എന്നുള്ളത് എഴുത്തുകാരുടെ ഉത്തരവാദിത്തമാണ്. ഇനി സിനിമയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഓവർ ഹൈപ്പ് ഒന്നും ഉണ്ടാവരുത്. കാരണം ഇതിപ്പം നാച്ചുറൽ കമ്പാരിസൺ ആണ് ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ അച്ഛനമ്മ മക്കള് പിന്നെ ഇത് ത്രില്ലർ സ്വഭാവം ആക്ഷനിൽ നിൽക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ നാച്ചുറലി ഒരു ദൃശ്യം മനസ്സിൽ വരും. പക്ഷേ
ഒരു ഒരു നമ്മൾ ഈ ലാലിസം വിട്ടിട്ട് ഇതിന്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ദൃശ്യം പോലെ അങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളുള്ള സിനിമ കഥയൊന്നുമല്ല. പണ്ടൊക്കെ പ്രേം നസീറിന്റെ ഒരു സിനിമ ബാലങ്ങ നായർ വിളയായിട്ട് വരുന്ന ഒരു സിനിമയിലൊക്കെ പോലത്തെ ഒരു തീമാണെങ്കിലും ആ തീം ഇന്നും വാലിഡ് ആയിട്ടുള്ള ഒരു തീമാണ്. ആനുകാലിക പ്രസക്തി ഒരുപാടുള്ള തീമാണ്. കാരണം ചില വികാരങ്ങൾ അങ്ങനെയല്ലോ, കാലം കൊണ്ട് മാറില്ല. അശ്വത്ഥാമാവനെ ചിരഞ്ജീവിയായിട്ട് പ്രഖ്യാപിച്ചപ്പം, അല്ലെങ്കിൽ ചിരഞ്ജീവിയായിട്ട് ശപിച്ചപ്പം പറഞ്ഞത് ലോകത്ത് പകയുള്ളിടത്തോളം കാലം താനുണ്ടാവും എന്നാണ്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കേണ്ട അവസ്ഥയില്ല എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ്, ഈ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഉള്ളിടത്തോളം കാലം ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞ സിനിമകളിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ചെറിയ 1-2 സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊട്ടും ഇതിന്റെ മേക്കിങ്ങോ അല്ലെങ്കിൽ ഇതിന്റെ ഫീലോ ഒന്നും കുറയ്ക്കുന്നതല്ല. ദൃശ്യം നല്ലതാണെന്ന് കേട്ടിട്ട് പോയി കണ്ടാലും ദൃശ്യം നമ്മളെ ഞെട്ടിക്കും. അങ്ങനെയല്ല ഇതൊരു സബ്ജക്ട് വൈസ് ഒക്കെ വലിയ തിരക്കേടില്ലാതെ പോയി എന്നുള്ളതല്ലാതെ ഒരു വാവ് എന്നൊന്നും പറയാനുള്ള സബ്ജക്റ്റ് അല്ല. പക്ഷേ എങ്ങനെയാണ് ചില സിനിമകൾ ഇങ്ങനെ ഗംഭീര വിജയങ്ങളാവുന്നത്, അതാണ് സിനിമയുടെ ഒരു അത്ഭുതം. സിനിമയുടെ ഒരു വശ്യതയും നശ്വരതയും എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പോലും പിടിയിട്ടില്ല. ചിലപ്പോൾ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം. ഒരു നല്ല ഗംഭീരമായ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ സ്ക്രിപ്റ്റായിട്ടിരിക്കുമ്പോൾ വായിച്ചിട്ട് സ്ക്രീനിൽ ഇത് കണ്ടപ്പോൾ എനിക്കത് ഒട്ടും വർക്കായില്ല. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പ്രൊഡ്യൂസർ സുഹൃത്ത് വഴി വന്ന ഒരു സ്ക്രിപ്റ്റാണ്, കുറെ വർഷം മുമ്പാണ്. അപ്പം ഇതിന്റെ സിനിമയുടെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥാന്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിന്റെ പോസിറ്റീവ് ഉദാഹരണമാണ് തുടരും എന്ന് പറയുന്ന സിനിമ. കാരണം ഇതിൽ ഈ പറയുന്നേക്കുന്ന ഇങ്ങനത്തെ ഒരു വിഷയം ഇത്തരത്തിലുള്ള എക്സെപ്ഷണലി ഗ്രേറ്റ് കാസ്റ്റിംഗും പെർഫോമൻസിലും അതിൽ ഔട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. എടുത്തു പറയേണ്ട പെർഫോമൻസുകൾ നമ്മുടെ എല്ലാവരും ഇപ്പം ഇത് പറയുന്ന പ്രകാശ് വർമ്മയുടെ എന്തൊരു വില്ലനാണ്, എന്തൊരു കഥാപാത്രമാണ് ജോർജ് സാറ്, എന്തൊരു പെർഫോമൻസ് ആണ് പുള്ളി. ഇങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സീനിലൊക്കെ പുള്ളിയെ കാണിച്ചു തുടങ്ങി. എന്നാ മോനെ എന്നാ ഉണ്ട് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചു പോകുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു വലിയ കഥാപാത്രത്തിന്റെ വിജയം അത് തന്നെയാണ്. നമ്മൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് അദ്ദേഹം തകർത്തു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ലാലേട്ടനെ വെച്ചൊക്കെ പലരും കമ്പയർ ചെയ്യുന്നുണ്ട് അതൊന്നുമില്ല. കാരണം ചില സീനുകളിലൊക്കെ പുതിയ എന്നാ നാടാ നീ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു തിലകനിസം ഒക്കെ ഇടയ്ക്ക് വരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടാണ്. പക്ഷെ ആസ് എ ബിഗിനർ അൾട്ടിമേറ്റ് ആണ്. പുള്ളി തകർത്ത് വാരിയിട്ടുണ്ടെന്നുള്ളതിന് അല്ലെങ്കിൽ ഈ സിനിമയുടെ വിജയത്തിന് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുത് തന്നെയാണ്. കാരണം ആക്ഷൻ സിനിമകൾ എന്ന് വിജയിച്ചിട്ടുള്ള വില്ലനെ ഉയർത്തി കാണിച്ചപ്പോഴാണ്. ഇപ്പം മുണ്ടക്കൽ ശേഖരനെ നമുക്കറിയാം, കുറ്റിക്കാടനെ അറിയാം, മണമ്പള്ളി പവിത്രനെ നമുക്കറിയാം, കൊളപ്പുള്ളി അപ്പനെ നമുക്കറിയാം, അല്ലെ സത്യരാജിനെ നമുക്കറിയാം, ഹൈദർ മരക്കാരെ നമുക്കറിയാം. അങ്ങനെ വില്ലന്മാരായിട്ട് കാണിച്ചിട്ടുള്ളവരെല്ലാം നമുക്ക് പേരെടുത്ത് തന്നെ അറിയാം. അത് തന്നെയാണ് ആ സിനിമകളുടെ വിജയത്തിന്റെ ഒരു വലിയ ഘടകം. അപ്പോ എന്റെ റിക്വസ്റ്റ് ഇതേ ഉള്ളൂ ഈ മേക്കേഴ്സിനോട്, നിങ്ങൾ ഇത് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എഴുത്തും സംവിധാനമൊക്കെ ആയിട്ട് ഫുൾ ടൈം പ്രൊഫഷനായിട്ടൊക്കെ ഇരിക്കുമ്പം കോപ്പി അടിക്കാനും ഒന്നും നിൽക്കാതെ നല്ല കാമ്പുള്ള വിഷയങ്ങൾ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ അത് നിങ്ങളുടെ ഈ സമൂഹത്തിനുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇത് മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയല്ലേ മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്തു എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. യു ട്രൈ ടു യൂട്ടിലൈസ് ഹിം. എങ്ങനെ ഇദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്യാം, വെല്ലുവിളിക്കാം എന്നുള്ളത് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിൽ തരുൺ മൂർത്തിക്ക് ഒരു വലിയ സല്യൂട്ട്. കാരണം ഹി എക്സെപ്ഷനലി പ്രൂവ്ഡ് ഇറ്റ്. ഉഗ്രൻ മേക്കിംഗ് തന്നെയായിരുന്നു. ലാലേട്ടനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയൊരു ഘടകം. പിന്നീട് ഇതിന്റെ സംഗീതം ജെയ്ക്സ് ബിജോയുടെ പാശ്ചാത്തല സംഗീതം വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് എന്റെ അഭിപ്രായം ഇപ്പൊ ശോഭന മാഡത്തിനൊക്കെ കുറച്ചുകൂടെ യൂസ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ മോശമായിട്ടില്ല. ശോഭന മാഡം നന്നായിട്ട് എന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൽ നാഗവല്ലിയും കാർത്തുമ്പിയും അല്ലെ ഇന്നലെയിലെ ഒക്കെ കഥാപാത്രങ്ങൾ കിടക്കുന്നുണ്ട്. മേഡ് ഇറ്റ് ബെറ്റർ, ദേ കൂടെ യൂട്ടിലൈസ്ഡ് ഹർ മോർ എന്നുള്ളതാണ് എനിക്ക് അതിശയം എന്ന് പറഞ്ഞാൽ. ഈ അവിടുത്തെ പോലെ ഇവിടെയും എന്ന് പറയുന്ന സിനിമ തൊട്ട് തുടങ്ങിയ ഈ മോഹൻലാൽ ശോഭന ആ കോമ്പിനേഷൻ ഒരു വല്ലാത്ത മാജിക് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ കാര്യം, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഇവർ രണ്ടുപേരും വഴക്കിടുന്ന 2 സീനുകളുണ്ട്. ഫസ്റ്റ് ഹാഫിലേത് കോമഡി മൂഡും സെക്കൻഡ് ഹാഫിലേത് സീരിയസ് മൂഡുമാണ്. ഈ 2 തവണത്തെയും ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ആ ഫീലാണ് കിട്ടുന്നത്.
അതൊക്കെ അതൊക്കെ അഭിനയിച്ചേ പറ്റുള്ളൂ. ഒരാൾ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താലൊന്നും നടക്കുന്ന കാര്യമല്ല. സൂക്ഷ്മമായ ചലനങ്ങൾ. ഇപ്പൊ ലാലേട്ടൻ്റെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പഴയ പോലെയുള്ള കോമഡികൾ, ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ടാക്സി ഡ്രൈവറായിട്ട് അദ്ദേഹം ഈ സ്കൂളിൽ കൊണ്ടുവന്ന പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ടാക്സി ഡ്രൈവർ. അതൊക്കെ നമ്മുടെ പഴയ ലാലേട്ടനെ, അല്ലെങ്കിൽ കോമഡി ചെയ്തിരുന്ന ലാലേട്ടനെ ഒത്തിരി ഓർപ്പിക്കും. ഇപ്പോഴും ആ ഒരു താളവും പോയിട്ടില്ല. കാറിൽ ടാക്സിയിൽ ഇരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതായാലും ഞെട്ടുന്നതായാലും ഓടുന്നതായാലും ഒക്കെ ദാറ്റ് ഈസ് ദെയർ ഇൻ ഹിം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഞാൻ മാസ് സീൻ അല്ല എന്ന് പറഞ്ഞാൽ സീനുകൾ പോലീസ് സ്റ്റേഷനിൽ ഓടി ഇങ്ങോട്ട് വന്ന പുള്ളി കൈ ഇങ്ങനെ ടേബിളിൽ കുത്തി ഇങ്ങനെ ചാടി വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്തൊരു കൈഡിയായിരുന്നു. അതുപോലെ ഇത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അവനവന്റെ സിനിമകളെ കുറിച്ച് കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് 1000, 2000, 3000 സെന്ററിലൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇറക്കി ഈ ഒപ്പീനിയൻ വന്നു കൊടുക്കുന്നതിന് മുമ്പേ മാക്സിമം കാശും കൊണ്ട് ഇങ്ങെടുക്കാമെന്നൊക്കെ. അത് ബിസിനസ്സാണ്, അത് കലയോടുള്ള സ്നേഹമല്ല. ഇത് നേരെ തിരിച്ചാണ്. കുറച്ച് സെന്ററുകൾ ഇറക്കി വലിയ കുട്ടിഘോഷിക്കാതെ വന്നിട്ട് ഓരോ ദിവസവും ഇതിന്റെ കളക്ഷൻ ഡബിളും ട്രിപ്പിളും ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അനുജനം. എനിക്ക് അതിലും വലിയൊരു സന്തോഷം തോന്നിയ കാര്യം, ഇതില് പ്രൊഡ്യൂസറിന്റെ ടൈറ്റിലിൽ രജപുത്ര രഞ്ജിത്തേട്ടനെ കണ്ടാണ്. രഞ്ജിത്തേട്ടൻ എനിക്ക് ചെറിയൊരു പരിചയമുണ്ട്. രഞ്ജിത്തേട്ടനെ വല്ലപ്പോഴും വാട്സാപ്പ് ചെയ്യുന്ന ഒരു ബന്ധമുണ്ട്. ഞാൻ പരിചയപ്പെട്ട മനുഷ്യരിൽ വളരെ ഇത്രയും ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. വളരെ അദ്ദേഹത്തിന്റെ ആ കോവിഡ് സമയത്തൊക്കെ രജപുത്ര യൂണിറ്റിലൊക്കെ ആൾക്കാരെ ഒക്കെ പുള്ളി ടേക്ക് കെയർ ചെയ്തു. ഒരു ആപത്ത് വന്നപ്പോൾ കൂടെ നിൽക്കുന്ന ആ ഒരു മനസ്സ്, അതിലൊരു കച്ചവടക്കാരന്റെ മനസ്സല്ല, ഒരു വളരെ ശുദ്ധനായ മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയുടെ മനസ്സാണ്. അദ്ദേഹത്തിന് അന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇതിന്റെ വിജയം ദൈവം നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഉഗ്രം പ്രൊഡ്യൂസറാണ് പുള്ളി. ഈ പറഞ്ഞ പോലെ യാതൊരു കോംപ്ലിക്കേഷനും ഉള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഞാൻ ആ ടൈറ്റിൽ കണ്ടാൽ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ പിന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു ഓഡിയൻസ്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒരു മൾട്ടിപ്ലക്സില് വർക്കിംഗ് ഡേ ബാംഗ്ലൂരാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. ഫസ്റ്റ് റോ വരെ ആളാണ്. ഇതൊന്നും കാശ് കൊടുത്ത് കയറ്റിയേക്കുന്ന ആൾക്കാരല്ല, കാശ് മുടക്കി ഇതറിഞ്ഞ് വന്ന് കയറിയ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ലാലേട്ടൻ കരയുന്ന സീൻ ഞാൻ പറയാൻ മറന്നുപോയതാണ്. എനിക്കറിഞ്ഞൂടാ. ഞാൻ ആ സീൻ വന്നപ്പോൾ അദ്ദേഹം, ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല, ബാത്റൂമിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട്. കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാല് ബാത്റൂമിൽ സ്ലിപ്പായി ബക്കറ്റും തൊട്ടിയും കൊണ്ട് മറിഞ്ഞു വീഴുന്ന ഒരു സീനുണ്ട്. ഞാൻ പറയാണ്, ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഞാനും എന്റെ റോയിൽ ഇരുന്ന ഒരു 3-4 പേര് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പിടിക്കാൻ ഇങ്ങനെ മുന്നിലോട്ട് പോയി. ഇത് ഒരാൾ അഭിനയിക്കുന്നതൊക്കെയാണെന്ന് നമുക്കറിയാം, പക്ഷെ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. സൂപ്പർ ജീനിയസുകൾ എന്നും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ ജീനിയസുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നവർ, അത് മെസ്സി ആയാലും സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും റഹ്മാൻ ആയാലും അമിതാഭ് ബച്ചൻ ആയാലും മോഹൻലാൽ ആയാലും, അവരുടെ കാലം കഴിഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും ഇത് എഴുതാൻ കേട്ടില്ല. എനി ടൈം ദേ ക്യാൻ ബൗൺസ് ബാക്ക്. 2001 പ്രജ തൊട്ട് ഉദാഹരണത്തിന് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനെന്ന മോഹൻലാൽ ഫാൻ പോലും വിചാരിച്ചു ലാലേട്ടന്റെ ഒരു കരിയർ കഴിഞ്ഞു. പക്ഷെ എവിടെ എത്തി നിൽക്കുന്നു നോക്ക്. ഹീസ് എ സൂപ്പർ ജീനിയസ്. ഹീ ക്യാൻ ബൗൺസ് ബാക്ക് എനി ടൈം. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ഓൾവേസ്. ഇനിയും കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ ലഭിക്കട്ടെ. പിന്നെ മോഹൻലാൽ സിനിമകളുടെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മോഹൻലാലിന്റെ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഈ കേരളത്തിലെ പ്രേക്ഷകർക്ക് വിഷമമാണ്. ഇപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിൽ മുഖം മറച്ചുകൊണ്ടിരുന്ന് ട്രോൾ ചെയ്യുന്നവരുടെ കാര്യമൊന്നല്ല പറയുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള എല്ലാവരും ജെന്യൂൻ ഫാൻസ് ആണ്. ഇപ്പം എല്ലാ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവരും 3 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെ ഉള്ളവരും എല്ലാം മോഹൻലാൽ ഫാൻസ് ആണ്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും പറയാണ്, ഞങ്ങൾക്ക് 2 ടിക്കറ്റ് എടുത്ത് തരുമെന്നുണ്ട്. അവർ തിയേറ്ററിൽ പോയി സിനിമ ഒത്തിരി നാളായ ആൾക്കാരാണ്. ഇത് കേട്ടറിഞ്ഞിട്ട് എന്റെ അടുത്ത് മിനിഞ്ഞാന്ന് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യമാണ്. എന്റെ ഇതിന് കിട്ടിയൊരു വലിയ റിവാർഡ് ഞാൻ പറയാം. ഈ ഫേസ്ബുക്കിലൊക്കെ ഇതെല്ലാവരും ആദ്യം നല്ലതാണെന്ന് പറയുന്നതൊക്കെ ഭയങ്കര കോമൺ ആയതുകൊണ്ട് ഞാനിത് ആദ്യത്തെ 2 ദിവസം കണ്ടില്ല. ഞാൻ എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, അപ്പൊ ഈ മിനിഞ്ഞാന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ഇവിടുത്തെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെയാണ്. പുള്ളി പറഞ്ഞു, നീ ഈ സിനിമ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് റിവ്യൂ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞ് കുളവാക്കണ്ട. ഇല്ല, നീ എന്നാ പോന്നേ? ഞാൻ നാളെ പോവാം. എനിക്കൂടെ ഒരു ടിക്കറ്റ് എടുത്തേക്കണേ. ഞാൻ പറഞ്ഞു, നീ കണ്ടെന്നല്ലേ പറഞ്ഞു? അതെ, പക്ഷെ എനിക്കൂടെ ഒരു ടിക്കറ്റ് എടുത്തേക്കണം. അന്നേരം ഉണ്ടായ ഒരു രോമാഞ്ചം അതങ്ങനെയാണ് നിൽക്കുകയാണ്. അതങ്ങനെയാണ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
മോഹൻലാലിന്റെ പരാജയ ചിത്രങ്ങൾ മലയാളിക്ക് അപ്സെറ്റ് ഉണ്ടാക്കുകയും മോഹൻലാലിന്റെ വിജയ ചിത്രങ്ങൾ മലയാളിക്ക് ഒരു പ്രൊമോഷൻ വേണ്ടാതെ സ്വന്തം നെഞ്ചിലെടുത്തുകൊണ്ട് ഉള്ള ഒരു തേരോട്ടം ആയതുകൊണ്ടാണ് 1 കോടി 5 കോടി 10 കോടി എന്നുള്ള ഓൾ ദീസ് മൈൽ സ്റ്റോൺ മോഹൻലാൽ സിനിമകൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. എത്രയോ പേര് സയ്യിദ് അൻവർ 194 എത്തിയിട്ടും വിവിയൻ റിച്ചേഴ്സ് 189 എത്തിയിട്ടും ആദ്യത്തെ വൺഡേയിലെ ഡബിൾ സെഞ്ചുറി എന്നുള്ള ഒരു സീറ്റ് സച്ചിൻ ടെണ്ടുൽക്കറിന് കടന്ന പോലെയാണ് ഈ സിനിമകളുടെ മൈൽ സ്റ്റോണിൽ മോഹൻലാൽ സിനിമകളുടെ ഒരു യാത്രയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഴത്തുന്നതെന്ന് ചോദിക്കരുത്. ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാതെ ഇത് പരിപൂർണമാവില്ല. ഇതിന്റെ ടൈറ്റിൽസിൽ ലാസ്റ്റ് തീരുമ്പ് എഴുതി കാണിക്കുന്ന മോഹൻലാൽ തുടരും എന്നുള്ളത് അസാധ്യ കോൺഫിഡൻസും അസാധ്യ ചാങ്കൂറ്റവും ആണ് സംവിധായകരും ഇതിന്റെ ക്രൂവും ഇതിന് പിന്നിൽ കാണിച്ചിരിക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് സ്റ്റേജിലെ നാടകമല്ല, കൈയടിക്ക് അനുസരിച്ച് വരുന്ന ഒരു ഇംപ്രോവൈസേഷൻ അല്ല. ഇറങ്ങുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് പ്രിന്റ് ആക്കിയ ഒരു സാധനത്തിൽ അത്ര കോൺഫിഡൻസ് ആണ് ഈ സബ്ജക്ട് ഇത് ഓടും എന്നുള്ളതിന്. മോഹൻലാൽ തുടരും എന്നുള്ള ആ ക്യാപ്ഷൻ എന്ത് ധൈര്യത്തിലാണ് ഇട്ടതെന്ന് എനിക്ക് തരുൺമൂർത്തിയുടെ അടുത്ത് സന്തോഷത്തോടെ ചോദിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ആ ടൈറ്റിലും കൂടെ അങ്ങോട്ട് വന്നതോടെ കയ്യിൽ നിന്ന് പോയി. താങ്ക് യു. പ്ലീസ് വാച്ച് ഇറ്റ്.